അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ ട്രെയിനിലോ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്ന കാര്യം നിങ്ങൾ എങ്ങനെയാണ് വാർത്ത വായിക്കുന്നത് എങ്ങനെയാണ്. ഇപ്പോൾ ചിലർ നമുക്കറിയാം, പണ്ടൊക്കെ ഉണ്ടായിരുന്ന ഒരു ചോദ്യമായിരുന്നു, കാണാതെ പഠിച്ചിട്ടാണോ വായിക്കുന്നത്. നമുക്കറിയാം ഇപ്പോൾ ആളുകൾക്കെല്ലാം അറിയാം, സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ നമ്മളെക്കാളൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആണ് പ്രേക്ഷകർ. അപ്പോൾ ഒരു ടെലിപ്രോംപ്റ്റർ ഉണ്ട്, ബാക്കി എന്നാലും ചില സാങ്കേതിക കാര്യങ്ങൾ, എന്താണ് ഒരു ന്യൂസ് റൂമിൽ നടക്കുന്നത്, എങ്ങനെയാണ് ഈ വാർത്ത വായിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു അത്ഭുതം പലപ്പോഴും ആളുകളിൽ കാണാറുണ്ട്. അപ്പോൾ ഈ സമ്മേളന വേദിയിൽ ഒരുപക്ഷെ നിങ്ങൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് ഇപ്പോൾ എല്ലാ അവതാരകരെയും കാണുക, നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും. പക്ഷേ ഈ സമ്മേളന വേദിയിൽ നിന്ന് ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. ഞങ്ങൾക്ക് അവിടെ ന്യൂസിനുള്ള എല്ലാ സംവിധാനങ്ങളുമായി കഴിഞ്ഞു. അനുജ രാജേഷ് ഉണ്ട് ഏറ്റവും പുതിയ വാർത്തകളുമായി പ്രേക്ഷകരിലേക്ക് എത്താൻ. ഇവിടെ നിന്ന് നിങ്ങൾക്ക് വാർത്താ സംപ്രേഷണം എങ്ങനെയാണെന്ന് നേരിട്ട് കാണാം. ഓവർ ടു യു അനുജ. ഫ്ലോർ സൈലൻസ് പ്ലീസ്. ലൈറ്റ്സ് റെഡി. Cameras stand by. PCR ready. Play. Countdown. Action. നമസ്കാരം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക് ആദ്യം. From News Headquarters, Kochi. ലോക ടെലിവിഷൻ ചരിത്രത്തിൽ പുതുചരിത്രമെഴുതി 24. ജനമൊഴുകിയെത്തിയ കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം തുടരുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ ലോകത്തൊരു ടെലിവിഷൻ ചാനലും ചെയ്യാത്തൊരു കർമ്മ പദ്ധതിയാണ് ഇതിപ്പോൾ നടക്കാൻ പോകുന്നത്. ഹലോ സമ്മേളനത്തിനെത്തിയവരിൽ വിദേശ മലയാളികളും. പ്രേക്ഷക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ. കലാവിരുന്നുമായി ഫ്ലവേഴ്സ് 24 അവതാരകർ. കരുണയും കൈത്താങ്ങുമായി 24 കണക്ട്. ആഗോള മലയാളികൾ ഇനി ഒരു കുടക്കീഴിൽ. പദ്ധതി രേഖ പുറത്തിറക്കി 24 ചെയർമാൻ ആലുങ്കൽ മുഹമ്മദ്. പ്രേക്ഷക സമ്മേളനം വാർഡ് തലം വരെ നടത്തുമെന്ന് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ. ബീഹാറിൽ മഹാസഖ്യ സർക്കാർ വീണു. മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാജിവെച്ചു. NDA സഖ്യ സർക്കാർ വൈകിട്ട് 5-ന് അധികാരമേൽക്കും. നിതീഷ് കുമാർ വീണ്ടും മുഖ്യമന്ത്രി. तो वही सब लोगों की राय, अपने पार्टी के लोगों की राय, चारों तरफ से राय आ रही थी, तो हमने सब लोगों की बात को सुन लिया. तो इसीलिए आज हमने इस्तीफा दे दिया. अब ये जो भी सरकार थी वो समाप्त कर दिया गया. എല്ലാവരുടെയും അഭിപ്രായം തേടിയുള്ള തീരുമാനമെന്ന് നിതീഷ് കുമാർ. രാജ്ഭവനിൽ സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ. നിതീഷിനൊപ്പം 8 MLA-മാരും സത്യപ്രതിജ്ഞ ചെയ്യും. JP നദ്ദ പട്നയിലേക്ക് തിരിച്ചു. പട്നയിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി 24. ബീഹാർ കോൺഗ്രസിലും ഓപ്പറേഷൻ താമര എന്ന സൂചന. 9 MLA-മാരുമായി ബന്ധപ്പെടാൻ കഴിയാതെ നേതൃത്വം. പ്രതീക്ഷിച്ച രാജിയെന്ന് മല്ലികാർജുൻ ഖർഗെ. നിറം മാറുന്ന ഓന്തിന് വെല്ലുവിളിയെന്ന് കോൺഗ്രസ്. അവസാന ശ്വാസം വരെ വർഗീയ ശക്തികൾക്കെതിരെ പോരാടുമെന്ന് ലാലു പ്രസാദ് യാദവിന്റെ മകൾ രോഹിണി ആചാര്യ. മുന്നണി മാറ്റം പതിവാക്കിയ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരുങ്ങുന്നത് 9ാം തവണ. ഗവർണർക്ക് CRPF സുരക്ഷ ഏർപ്പെടുത്തിയതിന് പിന്നാലെ വിമർശനം കടുപ്പിച്ച LDF. പട്ടാളം വന്നാലും പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്ന് MV ഗോവിന്ദൻ. ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണമായ പിന്തുണയോടുകൂടിയാണ് ഈ വിഡ്ഢിവേഷം യഥാർത്ഥത്തിൽ ഗവർണർ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. CRP ഉള്ളതുകൊണ്ട്, പട്ടാളം വന്നുകൊണ്ട് ആരെങ്കിലും പ്രതിഷേധം അവസാനിപ്പിക്കുമോ? പ്രതിഷേധിക്കാൻ തീരുമാനിച്ചവർ പ്രതിഷേധിച്ച് മുന്നോട്ടേക്ക് പോകില്ല. അതിൽ പട്ടാളോ അതുപോലെ തന്നെ പോലീസോ ആണോ, അല്ല വേറെ സെൻട്രൽ ഫോഴ്സോ ആണോ അതിൽ തടസ്സമായി നിൽക്കുക? ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമെന്ന് EP ജയരാജൻ. രാജ്ഭവനുള്ള പോലീസ് സുരക്ഷ തുടരും. കേന്ദ്ര ഉത്തരവ് ഇതുവരെ കിട്ടിയിട്ടില്ലെന്ന് ആഭ്യന്തര വകുപ്പ്. ഗവർണർക്കെതിരെ K മുരളീധരൻ MPയും ഡോക്ടർ TM തോമസ് ഐസക്കും.
പുരസ്കാര മാനദണ്ഡങ്ങളെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മമ്മൂട്ടിക്ക് പത്മഭൂഷൺ നൽകാത്തതിൽ പ്രതിഷേധം. പുരസ്കാരങ്ങൾ പ്രതിഭാശാലികളിൽ നിന്ന് അകന്നു നിൽക്കുന്നു. ടി പത്മനാഭനും എം.കെ. സാനുവും അടക്കം ഒഴിവാക്കിയ പ്രമുഖരുടെ പേര് പരാമർശിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ്. അർഹരുടെ കൈകളിലെത്തുമ്പോഴാണ് പുരസ്കാരത്തിന് വജ്രശോഭ കൈവരുന്നതെന്നും വി.ഡി. സതീശൻ. കോട്ടയത്തെ സ്ഥാനാർത്ഥിയെ ചൊല്ലിയുള്ള അവകാശവാദങ്ങളിൽ UDF-ൽ അസ്വാരസ്യം. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ തർക്കങ്ങളിൽ കോൺഗ്രസിന് അതൃപ്തി. വിവാദ പ്രസ്താവനകൾ പാടില്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. ഒരു വിജയത്തിന്റെ സാധ്യതകളെ ബാധിക്കത്തക്ക വിധത്തിലുള്ള കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും വ്യക്തിപരമായി പറയരുത് എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. നമ്മുടെ പാർട്ടി ലീഡർഷിപ്പ് പറഞ്ഞിട്ടുള്ളതും അതുതന്നെയാണ്. തർക്കങ്ങൾ UDF-ന്റെ കെട്ടുറപ്പിനെ ബാധിക്കരുതെന്നും തിരുവഞ്ചൂർ 24-നോട്. ലോക്സഭാ ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ CPIM PB കേന്ദ്ര കമ്മിറ്റി യോഗങ്ങൾക്ക് തിരുവനന്തപുരത്ത് തുടക്കം. സംസ്ഥാന ബജറ്റിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഊന്നൽ നൽകുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. സംസ്ഥാന സർക്കാരിനെ ശ്വാസം മുട്ടിക്കാനുള്ള കേന്ദ്ര നീക്കത്തെ ചെറുക്കും. ജനങ്ങൾക്ക് മേൽ അമിത ഭാരം അടിച്ചേൽപ്പിക്കില്ല. പ്രശ്നവും കൂടി BJP-യുടെ കൂടെ ചേർന്നിട്ട് ഇവർ വെട്ടിക്കുറച്ചാൽ കൊള്ളാം. ഇവരിപ്പോൾ ഇച്ചിരി വിഷമിക്കട്ടെ. ജനങ്ങളാണ് വിഷമിക്കുന്നത്. പക്ഷേ ആ ജനങ്ങളെ വിഷമിപ്പിക്കാതിരിക്കാൻ കൂടുതൽ തൊഴിലുണ്ടാവാനും വരുമാനം ഉണ്ടാവാനും കൂടുതൽ നമ്മുടെ കേരളം മുന്നോട്ട് പോകാനും പറ്റുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ. ഇത്തവണത്തേത് ജനപ്രിയ ബജറ്റായിരിക്കുമെന്നും KN ബാലഗോപാൽ 24-നോട്. അങ്കണവാടി ജീവനക്കാരുടെ വേതനം 1000 രൂപ ഉയർത്തി സംസ്ഥാന സർക്കാർ. കരിപ്പൂരിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ നിരക്ക് വർദ്ധിപ്പിച്ചതിൽ എയർ ഇന്ത്യക്കെതിരെ മന്ത്രി V. അബ്ദുറഹ്മാൻ. എയർ ഇന്ത്യയുടേത് വിദേശ കമ്പനികൾ പോലും ആവശ്യപ്പെടാത്ത തുക. വിമാന കമ്പനി തീരുമാനമെടുത്തില്ലെങ്കിൽ നിയമ നടപടിയെന്നും മന്ത്രി. സാങ്കേതികത്വത്തിന്റെ പേര് പറഞ്ഞ് കരിപ്പൂർ വിമാനത്താവളത്തെ അവഗണിക്കുന്നുവെന്ന് മുസ്ലിം സംഘടനകൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്ന ആവശ്യവുമായി കേരള മുസ്ലിം ജമാഅത്ത്. വയനാട്ടിലെ മേപ്പാടി ചൂരൽമലയിൽ വീണ്ടും പുലിഭീതി. ഇന്നലെ രാത്രി ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലി വളർത്തുനായയെ കടിച്ചു കൊന്നു. ഒരാഴ്ച മുൻപും പുലിയുടെ സാന്നിധ്യം. അടിയന്തര നടപടി വേണമെന്ന് നാട്ടുകാർ. You are watching 24. വാർത്തകളിലേക്ക് വിശദമായി നമ്മൾ ആദ്യം പോകുന്നത് ബീഹാറിലേക്കാണ്. നിതീഷ് കുമാർ ഒരിക്കൽ കൂടി കളം മാറിയതോടെ ബീഹാറിൽ മഹാസഖ്യ സർക്കാർ വീണു. JDU ചെറിയ ഇടവേളയ്ക്ക് ശേഷം NDA-യുടെ ഭാഗമായി. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച നിതീഷ് കുമാർ വൈകിട്ട് 5 മണിക്ക് BJP പിന്തുണയോടെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യും. നിതീഷിനൊപ്പം 8 MLA-മാർ മന്ത്രിസ്ഥാനത്തേക്ക് സത്യപ്രതിജ്ഞ ചെയ്തേക്കും. സാമ്രാട് ചൗധരിയും വിജയ് സിൻഹയും ഉപമുഖ്യമന്ത്രിമാരാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിതീഷ് കുമാറിനെ അഭിനന്ദിച്ചു. നിതീഷ് കുമാറിനെതിരെ RJD-യും കോൺഗ്രസും രംഗത്തെത്തി. മഹാസഖ്യ സർക്കാർ വീണതിന് പിന്നാലെ കോൺഗ്രസിലെ 9 MLA-മാർ കൂറുമാറുമെന്ന് സൂചനയുണ്ട്. JDU-വിന്റെ മുന്നണി മാറ്റം ഇന്ത്യ സഖ്യത്തിന് കനത്ത തിരിച്ചടിയാകും. പട്നയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയും ഡൽഹിയിൽ നിന്ന് R. അച്യുതനും വിശദാംശങ്ങളുമായി. ആദ്യം ബൽറാം നെടുങ്ങാടിയിലേക്ക്. ബൽറാം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായ ചില നീക്കങ്ങൾ, അതിൻ്റെ പരിണിത ഫലം എന്നവണ്ണം ഇന്നിപ്പോൾ വൈകിട്ട് സത്യപ്രതിജ്ഞ ഉണ്ടാവുകയാണ്. എത്ര മണിക്ക് സത്യപ്രതിജ്ഞ എന്നതിപ്പോൾ കൃത്യമായി നമുക്ക് സ്ഥിരീകരിച്ച് എങ്ങനെ നൽകാൻ കഴിയും? ആരൊക്കെ നിതീഷ് കുമാറിനൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യും? അനുജ, ഇന്ന് വൈകിട്ട് 5 മണിക്ക് രാജ്ഭവനിൽ വെച്ച് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കും. അക്കാര്യം സ്ഥിരീകരണം ആയിരിക്കുന്നു. ഇന്നലെ വൈകിട്ടോട് തന്നെ രാജ്ഭവനിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശയവിനിമയം നടത്തിയിരുന്നു. ഇന്ന് ഞായറാഴ്ചയാണെങ്കിൽ പോലും ഓഫീസ് തുറന്നിരിക്കണമെന്നും ഒരു ചടങ്ങ് നടക്കുന്നുണ്ട്, ഔദ്യോഗിക ചടങ്ങ് നടക്കുന്നുണ്ട്, അതിനായുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഉണ്ടാകണം എന്നുമുള്ള നിർദ്ദേശം രാജ്ഭവനിൽ ലഭിച്ചിരുന്നു. ഇതനുസരിച്ച് തന്നെയാണ് തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ വസതിയിൽ BJP നേതാക്കൾ സാമ്രാട്ട് ചൗധരി, വിജയ് സിൻഹ അടക്കമുള്ള നേതാക്കൾക്ക് ഇപ്പോൾ വിരുന്ന് നൽകി. ഉച്ച വിരുന്ന്. ഞാനിപ്പോൾ നിൽക്കുന്നത് മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ വസതിയുടെ പിൻവശത്തെ ഗേറ്റിന് സമീപമാണ്. അതേസമയം തന്നെ ഇതിന് നേരെ എതിർഭാഗത്തായാണ് മുൻ ഉപമുഖ്യമന്ത്രി തേജസ് യാദവിന്റെ വസതി എന്നുള്ളത്. ഈ തേജസ് യാദവിന്റെ വസതിക്ക് മുന്നിൽ പ്രവർത്തകർ, നേതാക്കൾ ഒട്ടേറെ പേർ എത്തിയിട്ടുണ്ട്. അവസാന നിമിഷം വരെ ഇതിന് തടയിടാനുള്ള നീക്കങ്ങൾ RJD-യുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു.
പ്രത്യേകിച്ചും JDU-വിലെയും BJP-യിലെയും തങ്ങൾക്കൊപ്പം നിൽക്കാവുന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്തിയെങ്കിൽ പോലും കോൺഗ്രസിൽ നിന്നും എന്നാൽ 9 പേർ ലഭ്യമല്ലാതായതോടുകൂടിയാണ് അത്തരം നീക്കങ്ങൾ ഫലം കാണില്ല എന്ന സ്ഥിതിയിലേക്ക് എത്തുകയും RJD അത്തരത്തിലുള്ള സർക്കാരിനെ രക്ഷിക്കാനുള്ള നീക്കങ്ങൾ ഏതാണ്ട് നിർത്തിവെക്കുകയും ചെയ്തിരിക്കുന്നത്. ഇന്ന് 5 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് 9 മന്ത്രിമാരാകും എന്നാണ് എന്നുള്ളത് നമുക്ക് സ്ഥിരീകരിക്കാമോ? 9 MLA-മാരുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്ന വിവരം പുറത്തു വന്നിരുന്നു. ഏറ്റവും ഒടുവിലത്തെ വിവരം ഇതുമായി ബന്ധപ്പെട്ട് എന്താണ്? അനുജ, കോൺഗ്രസ് ഇന്നലെ വൈകിട്ട് തന്നെ ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടായ ഘട്ടത്തിൽ പൂർണിയയിൽ ഇന്നലെ ഒരു യോഗം വിളിച്ചിരുന്നു. കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി യോഗം. അതിൽ 19 MLA-മാരിൽ 5 പേർ മാത്രമാണ് ഈ യോഗ സ്ഥലത്തേക്ക് എത്തിയത്. ചിലർ എത്താൻ കഴിയില്ല എന്നതിന് ചില കാരണങ്ങൾ അറിയിച്ചിരുന്നെങ്കിലും മറ്റ് ഏതാണ്ട് 9 പേരെ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല നേതൃത്വത്തിന് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്നാണ് കോൺഗ്രസിന്റെ സംസ്ഥാനത്തിന് നിരീക്ഷകനായി ഭൂപേഷ് ബാഗേലിനെ നിയോഗിക്കുന്നതും മറ്റ് നേതാക്കൾ ഇടപെടുകയും ചെയ്തിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ അവർ BJP പക്ഷത്തേക്ക് പോകും എന്ന് ഔദ്യോഗികമായി പോകുന്നു. അച്യുതൻ, ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് ഇത് വലിയ തിരിച്ചടിയാണ്. പക്ഷെ നേരത്തെ പ്രതീക്ഷിച്ചതാണ് എന്നൊരു പ്രതികരണം മല്ലികാർജ്ജുൻ ഖർഗെയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. നിതീഷ് കുമാറും ചില വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇന്ത്യ സഖ്യത്തിന്റെ മെല്ലെപ്പോക്ക്, അതിന് കോൺഗ്രസിന് ഉൾപ്പെടെ വിമർശനമുണ്ട്. ഇനിയിപ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ അടുത്ത നീക്കങ്ങൾ എന്താണ്? അനുജ, തീർച്ചയായിട്ടും ഈ ഇന്ത്യ സഖ്യ രൂപീകരണത്തിന്റെ മുന്നിൽ നിന്ന് നയിച്ച നേതാക്കളിൽ ഒരാളാണ് ഇപ്പോൾ NDA പാളയത്തിലെത്തിയിരിക്കുന്ന നിതീഷ് കുമാർ. ഒരു പ്രചാരകനായിട്ടാണ്, അതായത് BJP-ക്കെതിരെ ഒരു സഖ്യ രൂപീകരണം വേണം, ആ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടികളെ ഒന്നടങ്കം ഒറ്റക്കെട്ടായി രൂപപ്പെടുത്തുവാൻ വേണ്ടി നിതീഷ് കുമാർ എല്ലാ പാർട്ടികളുടെ അധ്യക്ഷന്മാരുമായി നേരിൽ കണ്ട ഒരു വ്യക്തിയാണ്. ആ നിതീഷ് കുമാറാണ് ഇന്ന് ആകെ മേഘാലയ രാഷ്ട്രീയ സാഹചര്യത്തെ മാറ്റിമറിച്ചുകൊണ്ട് NDA പാളയത്തിലേക്ക് കടന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിന് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ തിരിച്ചടിയാണ്. കാരണം ഇത് ഇന്ത്യ സഖ്യത്തെ ബാധിച്ചിട്ടില്ല എന്ന് നേതാക്കൾ അവകാശപ്പെടുമ്പോഴും ഇത് ജനങ്ങളിലേക്ക് എത്തുന്ന സന്ദേശം, അത് ഇന്ത്യ സഖ്യത്തിന് ഒരു പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ തിരിച്ചടികൾ നൽകുന്ന ഒരു സന്ദേശം കൂടിയാണ്. നിതീഷ് കുമാർ ഇന്ന് വൈകിട്ട് 5 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അദ്ദേഹത്തിനൊപ്പം 8 MLA-മാർ കൂടി സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് ഇത് വലിയ തിരിച്ചടിയാണ്. അവരുടെ തുടർ നീക്കം എന്ത് എന്നതും ശ്രദ്ധേയമാകും. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തലക്കെട്ടുകളും ഏറ്റവും പ്രധാന ഒരു വാർത്തയുടെ വിശദാംശങ്ങളുമാണ് നമ്മൾ ഇപ്പോൾ പരിശോധിച്ചത്. ഇനി 24 പ്രേക്ഷക സംസ്ഥാന സമ്മേളനത്തിലേക്ക് നമ്മൾ തിരികെ പോകുന്നു. ഓവർ ടു മിഥുൻ രമേശ്. നമസ്കാരം എല്ലാവർക്കും. ഒരു വലിയ കൈഡിയാന്ന് എങ്കിലല്ലേ തുടങ്ങാൻ പറ്റുള്ളൂ. ഒരു പക്ഷേ ലോകത്ത് ഒരു ടെലിവിഷനും ചെയ്യാത്തൊരു കാര്യമല്ലേ ഇതാ ഇന്ന് ഫ്ലവേഴ്സും 24-ഉം ചേർന്ന് ചെയ്തിരിക്കുന്നത്. കാരണം ന്യൂസ് വായിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ പിന്നാമ്പുറം എന്തെന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരുപക്ഷെ ആദ്യ പ്രേക്ഷകരായിരിക്കും നിങ്ങളെല്ലാവരും. അതിനാണ് ആദ്യത്തെ കൈയടി. ഇനി നിങ്ങളുടെ ഇടയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ പരിപാടിയുടെ കുറച്ച് ഭാഗം അവതരിപ്പിക്കാൻ പോവാണ്. കാരണം ഇത് പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനമാണ്. ഇതിനു മുമ്പ് ഒരു ചാനലും ചെയ്തിട്ടില്ലാത്തൊരു കാര്യം 24-ഉം ഫ്ലവേഴ്സും ചേർന്ന് ചെയ്യുന്നു. അതിനുവേണ്ടി ഞാൻ ഇപ്പൊ തൽക്കാലം മിഥുൻ എന്നുള്ള അറിയാം. ഇനി ഇവിടെ വരുന്ന ഓരോ ആങ്കേഴ്സിനെയും നിങ്ങൾക്ക് നേരിട്ടറിയാൻ, നമ്മുടെ 24-ലെ ഓരോ ആങ്കേഴ്സിനെയും നേരിട്ടറിയാൻ നിങ്ങൾക്കൊരു അവസരം. ലെറ്റ്സ് നോ അവർ ആങ്കേഴ്സ്. ആ നോ യുവർ ആങ്കറിലേക്ക് ശ്രീകണ്ഠൻ സാർ ഉൾപ്പെടെയുള്ള എല്ലാ ആങ്കേഴ്സിനെയും, എല്ലാ ന്യൂസ് ആങ്കേഴ്സിനെയും ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഓരോരുത്തരും കയറി വരുമ്പോൾ നിറഞ്ഞ കൈയടി കൊടുക്കണം. ഒരു ചെറിയ ക്ഷീണമുണ്ടോ എല്ലാവർക്കും? എന്തു പറ്റി? അത് ഇതിനു വേണ്ടി കൂട്ടിയതാട്ടാ. പിന്നെ അമ്മ നമസ്കാരം. പിന്നെ അതെ, ഓഡിയൻസിന് ആദ്യം നിങ്ങളുടെ ഫേവററ്റ് ആയിട്ടുള്ള ഈ ആങ്കേഴ്സിന് എല്ലാവർക്കും ചേർന്നൊരു വലിയ കയ്യടി കൊടുത്തേ. ഭക്ഷണം കഴിക്കാത്തതിന് ഒരു ക്ഷീണം ഉണ്ടോ? എന്നാ ക്ഷീണം മറന്നൊരു കൈയടിയല്ലേ കേട്ടോന്ന്. അപ്പോഴല്ലേ അതിന്റെ ഫീല് വരുള്ളൂ. ഇതില് ഓരോരുത്തർക്കായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള വകുപ്പുണ്ട്. ആദ്യം ഞാൻ ആരെടുത്ത് പോവാന്നാണ് ആലോചിക്കുന്നത്. മോനെ ആരെടുത്ത ചോദ്യം ചോദിക്കണം? മോനെ പേര് പറ. എന്റെ പേര് അനുരാഗ്. ഫ്ലവേഴ്സ് 1 കോടിയില് പങ്കെടുത്ത പാർട്ടിസിപ്പന്റ്. അടിപൊളി. എന്നിട്ട് എത്ര വെച്ച് കിട്ടി അവിടുന്ന്? എനിക്ക് 1 ലക്ഷം രൂപ കിട്ടി. 1 ലക്ഷം രൂപ കിട്ടിയ ആളാണ്. ഒരു വലിയ കൈയടി അനുരാഗിന് വേണ്ടിയിട്ട് കേട്ടാ.
ഓക്കെ, അനുരാഗേ ഞാൻ ചോദിക്കട്ടെ, അനുരാഗിന് ഈ കൂട്ടത്തിൽ ആരെടുത്താ ചോദ്യം ചോദിക്കാനുള്ളത്? ഹാഷ്മി സാറിന്റെ അടുത്താണ്. ഹാഷ്മി സാർ, എങ്ങനെയാണ് ഈ മാധ്യമ പ്രവർത്തനം നടത്തുമ്പോൾ ഹെയ്റ്റഡ് ആയിട്ടുള്ള കമന്റ്സ് വരുമ്പോൾ, നെഗറ്റീവ് കമന്റ്സ് വരുമ്പോൾ അത് ഫാമിലിയിലൊന്നും എത്താതെ, പ്രത്യേകിച്ച് സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരെയെല്ലാം സാറിനോട് നെഗറ്റീവ് കമന്റ് പറയുമ്പോൾ പലരും പരാമർശിക്കുന്നുണ്ട്, മുഖം ഇല്ലാത്തവര് ഓൺലൈനിൽ കമന്റിലൂടെ. അപ്പോൾ അത്തരം കമന്റുകളെ എങ്ങനെയാണ് മാധ്യമ പ്രവർത്തനത്തിൽ പോസിറ്റീവായി കാണുന്നത്? അടിപൊളി ചോദ്യം. പ്ലീസ് മോനെ, അതായത് നമ്മുടെ ഈ ജോലിയുടെ ഭാഗമാണെന്ന് നമ്മളിപ്പം ഒരു ഇഷ്യൂ ബേസ്ഡ് സംസാരിക്കുമ്പോൾ ഒരു പക്ഷത്തിന് ഇഷ്ടപ്പെടും, മറുപക്ഷത്തിന് ഇഷ്ടപ്പെടില്ല, മറ്റൊരിക്കൽ ആ പക്ഷത്തിന് ഇഷ്ടപ്പെടില്ല, ഈ പക്ഷത്തിന് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിൻ്റെ എന്താണ് നമുക്ക് കിട്ടുന്ന പൂമാലയും മുള്ളും ഒക്കെ ഈ ജോലിയുടെ ഭാഗമാണ്. അതെൻ്റെ കൂടെ ഉള്ളവർക്കും അറിയാം. അത് പ്രൊഫഷണൽ മാത്രമാണ്, അതിലപ്പുറം നമ്മളെ വൈകാര്യമായി എടുക്കാറില്ല. പിന്നെ വീട്ടിലിരിക്കുന്നവരെ പറയുമ്പോൾ ചെറിയ സങ്കടം ഉണ്ടാവും, പക്ഷെ ഒരുപാടൊന്നും ഉണ്ടാവാറുമില്ല. അങ്ങനെ അത്രേ ഉള്ളൂ. കേട്ടല്ലോ, ഹാപ്പി അല്ലേ അനുരാഗേ? ആഷ്മി എന്നും രാവിലെ എഴുന്നേറ്റ് കൃത്യമായിട്ടൊരു കാര്യം ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. രാവിലെ എഴുന്നേറ്റോടെ കഴുത്തെ തപ്പി നോക്കും തലയുണ്ടോ. ചേട്ടൻ എന്തോ ഒരു ചോദ്യം ചോദിക്കാനുണ്ടല്ലേ? ചേട്ടന്റെ പേര്? ശ്രീകണ്ഠൻ സാറിന് നേരിട്ട് ചോദിച്ചോളൂ. പേരെന്താ സാർ? ചേട്ടന്റെ പേര് പറ. ചേട്ടാ എവിടെന്നാ വരുന്നേ? ആലപ്പുഴ. ആലപ്പുഴ. ആ, ശ്രീകണ്ഠൻ സാറിന്റെ അടുത്ത് ചോദിച്ചോളൂ. ചേട്ടൻ ചോദിച്ചോളൂ, ഞാൻ കേട്ടോണ്ടിരിക്കുന്നു. സാറ് പറഞ്ഞത് കേട്ടിട്ട് ആദ്യം എനിക്ക് തിരുത്താനുള്ള ഒരു കാര്യമുണ്ട്. സാറ് പറഞ്ഞത് തെറ്റാണ്. ഒരു കുടക്കീഴിലല്ല, ഒരു ആൽമരത്തണലിൽ തലച്ചോറ് വളർന്നു. എനിക്ക് തലച്ചോറ് 4 കൊണ്ടും കൊണ്ട് വളരണം. അതുകൊണ്ട് സാറിന് 3 സെന്റ് സ്ഥലം ഞാൻ ഫ്രീയായിട്ട് നൽകുന്നു. അപ്പൊ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമല്ലോ. അതായത് നമ്മുടെ ഈ വീട് വെച്ച് കൊടുക്കാനുള്ള പദ്ധതിക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് 3 സെന്റ് പുരയിടം കൊടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു. ആളെ കണ്ടുപിടിച്ചു. ആ, ഒരാഴ്ചക്ക് മുമ്പ് ആളെയും കിട്ടിയോ? ആ, ഒരു നല്ലവണ്ണം പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട് 6ാം ക്ലാസ്സിൽ. എല്ലാം ഭയങ്കര അറിവാ. അവനും തള്ള മാത്രമേ ഉള്ളൂ, ഭർത്താവ് ഇട്ടിട്ട്. അവന് കൊടുക്കാൻ നമുക്ക്. ആ, ഓക്കെ, താങ്ക് യു. അല്ല, ഇത് കണ്ട് വാശി തോന്നി മറ്റുള്ളവരെല്ലാം പറമ്പെഴുതി കൊടുത്തു കളയരുത്. വാശിയല്ല, ഇത് ആവശ്യമാണ് അല്ലേ? അങ്ങയുടെ മഹാമനസ്കതയ്ക്ക് നന്ദി. താങ്ക് യു. തീർച്ചയായിട്ടും. ഞാനിതാ അങ്ങോട്ട് പോട്ടെ. ഇവിടെ ഒരുപാട് ആൾക്കാർ ഇതാ വളരെ ആവേശത്തോടു കൂടി. ചേച്ചിയുടെ പേര്? ഞങ്ങൾ ശ്രീകണ്ഠൻ സാറിനോടാണ് ചോദിക്കാനുള്ളത്. എല്ലാരും ശ്രീകണ്ഠൻ സാറിന്റെ അടുത്ത് മാത്രമേ ചോദ്യം ചോദിക്കുന്നുള്ളൂ. അത് ശരിയല്ലല്ലോ. ബാക്കി ഇത്രയും ആൾക്കാർ നിൽക്കില്ലേ? പറയൂ. എന്നോട് എപ്പോഴും ചോദിക്കാമല്ലോ, ഇവരോടൊക്കെ ചോദിക്കും. പിന്നല്ലാതെ ഇവരാണ് എന്നെ കുഴപ്പത്തിലാക്കുന്നത്. അതല്ല, ശ്രീകണ്ഠൻ സാറിന്റെ സഹോദരിയുടെ നാട് ഞങ്ങളുടെ ഏരൂരാ. ശ്രീകണ്ഠൻ സാറിന്റെ സഹോദരി ഏരൂരാ. ഞങ്ങൾ ഏരൂരാ താമസിക്കുന്നത്. അപ്പോൾ സഹോദരിയായിട്ട് ഞങ്ങൾ നല്ല പരിചയ, പ്രസിഡന്റായിട്ട് വർക്ക് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചോദിക്കുന്നത് സാറിനോട്, അന്ന് ഒരു വാർത്താ ചാനൽ തുടങ്ങണം എന്നൊരു മനസ്സിലൊരു കൺസെപ്റ്റ് ഉണ്ടായി. അതൊരു വലിയ ലക്ഷ്യത്തിലെത്തി. ആ ഒരു ലക്ഷ്യത്തിൽ ഇന്ന് ഞങ്ങൾക്കും ഇവിടെ ഒത്തുകൂടാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ചോദ്യം കിട്ടിയില്ല. ചോദ്യം മാത്രം കിട്ടിയില്ല. ഞാൻ ചോദിക്കുന്ന അതല്ല. 5 വർഷത്തിന് മുമ്പ് ഈ വാർത്താ ചാനലിന്റെ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ സാധാരണ ബോർഡുകളൊന്നും ശ്രദ്ധിക്കാറില്ല. പക്ഷേ മണപ്പാട്ടി പറമ്പിൽ നമ്മുടെ സിഗ്നലിന്റെ മുകളിലൊരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ വണ്ടി സിഗ്നൽ ഇടുന്ന സമയത്താണ് നമ്മൾ ബോർഡുകളൊക്കെ ശ്രദ്ധിക്കാറുള്ളത്. അപ്പോൾ അന്ന് അഡ്വർടൈസ്മെന്റ് തുടങ്ങുന്നതിന് മുമ്പ് വാർത്താ ചാനൽ 24 ആരംഭിക്കുന്നു എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയുള്ള ജനങ്ങൾക്ക് മൊത്തം 24 മണിക്കൂറും വാർത്ത വായിക്കാനുള്ള ഒരു ഇതായിരിക്കും ഇറക്കുന്നത്. എനിക്കൊരു കാര്യം മനസ്സിലായി. ചേച്ചി ചോദ്യമല്ലേ, എസ്സേയാ. ഒരു എസ്സേ എഴുതിക്കൊണ്ടിരിക്കണേ ഉള്ളൂ ചേച്ചി. ഞാൻ വരും കേട്ടാ. വന്ന് വേറെ ചോദ്യം ചോദിക്കുന്നേ. സാർ എന്തോ പറയുന്നു? മിഥുൻ ചേച്ചി ഒരു എസ് എഴുതിക്കോട്ടെ. അതല്ല, മിഥുൻ എന്റെ സഹോദരിയുടെ അയൽവാസിയാണെന്നാ പറഞ്ഞു. അതെ, എന്റെ സഹോദരിയുടെ പേര് സരസ്വതി എന്നാണ്. അവര് ഏരൂരിലെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അന്നാ രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കുമ്പോൾ അവരോടുണ്ട്. അത് ശരി, ചുമ്മാ അല്ല, അതിന്റെ എന്തോ വാശിയുണ്ട് ആ ചോദ്യത്തിലുണ്ടായിരുന്നത്. പറയൂ, പേരെന്താണ്? ഞങ്ങള് കാസർഗോഡ് നമുക്ക് ചോദിക്കാനുള്ള ഡോക്ടർ ഗോപികൃഷ്ണൻ അവരോടാണ്. പിന്നെ ഗോപി സർ, മൈക്കുണ്ടല്ലോ കയ്യില്. ഈ രാഷ്ട്രീയ പ്രതിപാദനങ്ങൾ നടക്കുന്ന സമയത്ത് അവർക്ക് തക്കതായ മറുപടി കൊടുക്കുന്നത് ഇത് വൈഹാർട്ട് പഠിച്ചിട്ടാണോ അതോ അപ്പം തന്നെ
ആലോചിച്ച് അതിനൊരു ഉത്തരം കൊടുക്കുന്നതാണോ? 3 രാഷ്ട്രീയ ഗോപി, എനിക്ക് മനസ്സിലായി. ഗോപി സത്യം പറയണം, കാണാപ്പാടം പഠിച്ചിട്ടാണോ നേതാക്കന്മാരെ അഭിമുഖം ചെയ്യുന്നത് എന്നാണ് മാന്യ പ്രേക്ഷകരുടെ ചോദ്യം. കള്ളം വെളിച്ചത്തായി. ഞാൻ പറയാം. അതായത് ഞാൻ ആദ്യം ഒരു ചെറിയ തിരുത്ത് വരുത്തിക്കോട്ടെ. ഡോക്ടറേറ്റ് കിട്ടിയിട്ടില്ല, ഗോപികൃഷ്ണനാണ്. പിന്നെ രാഷ്ട്രീയക്കാരോട് ഇപ്പോൾ സത്യത്തിൽ നമ്മൾ ആ സീറ്റിലിരിക്കുമ്പോൾ, അതായത് രാഷ്ട്രീയക്കാരോട് ചോദ്യം ചോദിക്കാനുള്ള സീറ്റിലിരിക്കുമ്പോൾ നമ്മൾ അവരെക്കാൾ ചെറുതായിട്ടല്ല ഇരിക്കുന്നത്, അവർക്കൊപ്പമോ അവർക്ക് മുകളിലോ ആണ്. എന്താ കാര്യം? നമ്മളെല്ലാം ഒരു ജനാധിപത്യ സംവിധാനത്തിലാണുള്ളത് അല്ലേ? ഞങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്ന ആരാ? ഞങ്ങൾ ആർക്ക് വേണ്ടിയാ സംസാരിക്കുന്നത്? നമുക്ക് വേണ്ടിയാണ്, സൊസൈറ്റിക്ക് വേണ്ടിയാണ് അല്ലേ? നിങ്ങൾക്ക് കൂടി വേണ്ടത്. അപ്പോ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് എൻ്റെ ചോദ്യമല്ല, നമ്മുടെ ചോദ്യമാണ്. നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. അവിടെ ഒരു തരത്തിലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ രാഷ്ട്രീയ കക്ഷിയോ നേതാവോ പക്ഷപാതത്വം ഒന്നുമില്ല. അവിടെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ എതിർപക്ഷത്തുള്ള ആളെ ഗോപികൃഷ്ണൻ എന്ന നിലയിൽ ബഹുമാനിക്കുകയും പക്ഷെ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ചോദിക്കേണ്ട ചോദ്യം നിങ്ങൾക്ക് വേണ്ടി ചോദിക്കുകയും ചെയ്യും. തുടർന്നും അങ്ങനെ തന്നെയായിരിക്കും. അതിൽ കാണാതെ പഠിക്കലില്ല. നമ്മളെല്ലാം അറിയുന്നതും അനുഭവിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ മാറ്റാൻ സാധ്യതയുള്ളതും ഒക്കെ ആയ കാര്യങ്ങൾ നമ്മുടെ രാഷ്ട്രീയക്കാരോട് ചോദിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, നിങ്ങളെപ്പോലെ തന്നെ. താങ്ക് യു. വണ്ടർഫുൾ വണ്ടർഫുൾ. ഇവരെല്ലാവരും കർണാടക അല്ലേ? കർണാടകയിൽ നിന്ന്, കാസർഗോഡ് ആണെങ്കിലും കർണാടക ബോർഡറിലുള്ള ആൾക്കാരാണ്. പറഞ്ഞോളൂ. കാഞ്ഞങ്ങാട് കാസർഗോഡിന്റെയും കർണാടകത്തിന്റെയും ബോർഡറിൽ നിന്ന് വരുന്നതാണ്. ഇന്നലെ 3 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഓ, താങ്ക് യു. അതാണ് സ്നേഹം. തീർച്ചയായും ഞാൻ ഒന്ന് അപ്പുറത്തെ സൈഡിനെ ഒന്ന് ഗവനിച്ചിട്ടേ പറ്റുള്ളൂ. നമുക്ക് സർ, ഗാലറിയിലൊക്കെ ഓൾറെഡി ആൾക്കാര് അവർക്കൊരു കൈയടി കൊടുക്കൂ. വലിയൊരു കൈയടി. ഓരോ സൈഡിൽ നിന്നായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്ന എല്ലാവർക്കും ഒരു കൈയടി. അല്ല മിഥുൻ, നമ്മള് സാധാരണ ഇത്രയും പ്രേക്ഷകരെ കൊണ്ടുവരണമെങ്കിൽ 15 കോടി രൂപ ചെലവാക്കിയാലും ആള് വരത്തില്ല. ആ കാലത്താണ് ഇത്രയധികം ആളുകൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഒരു ബിഗ് താങ്ക്സ്. ഉറപ്പായിട്ടും അത് 24 എന്നും ഫ്ലവേഴ്സ് എന്നും പറയുന്ന ബ്രാൻഡിന് നിങ്ങൾ നൽകുന്ന ഒരു പ്രോമിസ് ആണ്. ആ പ്രോമിസ് തിരിച്ചു നൽകാനാണ് നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളതും. ഇവിടെ ഒരു ചോദ്യം. സാറിന്റെ പേര്? എൻ്റെ പേര് പെരുമ്പാവൂർ രാമചന്ദ്രൻ എന്നാണ്. ഞാൻ താമസിക്കുന്ന കായംകുളത്താണ്. എനിക്ക് ചോദിക്കാനുള്ളത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഇതിൽ ആരെങ്കിലും ഒരാൾ മറുപടി തന്നാൽ മതി. അതായത് രാഷ്ട്രീയ ചർച്ചകൾ ചാനലിൽ നടക്കുമ്പോൾ ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, അതെ ഒരു മിനിറ്റ്. പക്ഷേ ആ ചില ആളുകളെ നിങ്ങൾ പറയാൻ സമ്മതിക്കാതെ അടിച്ചങ്ങ് ഇരുത്തുക. അപ്പോൾ എൻ്റെ ചോദ്യം, ഈ ചർച്ചകൾ നടത്തുമ്പോൾ അവരോട് തന്നെ ആ ചോദ്യത്തിന് ഒരു ലെവൽ വെച്ച് ഒരാൾക്ക് ആൻസർ ചെയ്യാനുള്ള ഒരു ഇത് നിങ്ങൾ കൊടുക്കണം. കാരണം വളരെ അരോചകമായി തോന്നുന്നത് ഈ ചർച്ച കാണുമ്പോൾ പിന്നെ ആരാധകരല്ല, പിന്നെ ഈ അവതാരകർ ഒന്ന് പറയുന്നു, ഇവിടെ ഇരുന്ന് വേറെ ആളൊന്ന് പറയുന്നു. അതൊരു പ്രേക്ഷകർക്ക് ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതിനെന്തെങ്കിലും ഒരു സംവിധാനം നേരത്തെ അവരോട് പറഞ്ഞ് 3 മിനിറ്റ് പറയുമ്പോൾ അയാൾ പറഞ്ഞിട്ട് താൻ പറയണം, അല്ലെങ്കിൽ താൻ അവിടെ ഇരിക്കണം. ഒരു അധ്യാപകന്റെ റോള് വേണം അവിടെ എടുക്കാൻ. പറയാൻ പറ്റിയ ആള് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ആൾക്കാരെ അടിച്ചിരുത്തുന്നത് എനിക്ക് മനസ്സിലായി. താങ്കൾ പെരുമ്പാവൂർ രാമചന്ദ്രനല്ലേ? പെരുമ്പാവൂർ രവീന്ദ്രനാഥുമായിട്ട് വല്ല ബന്ധം? ഹലോ, ഒരു കഥ പറയാനുണ്ട്. ഞാൻ വെറും രാമചന്ദ്രനായിരുന്നു. ശ്രീകണ്ഠൻ നായർ ടോക്ക് ഷോയിൽ വന്നപ്പോൾ ആദ്യമായിട്ട് എഴുതി കൊടുത്തത് പെരുമ്പാവൂർ രാമചന്ദ്രൻ എന്ന പേര് എനിക്ക് താങ്കളെ ചാർത്തി. ഇപ്പൊ ഞാൻ അറിയപ്പെടുന്നത് കേരളം മുഴുവൻ പെരുമ്പാവൂർ രാമചന്ദ്രനാണ്. അതിന് പ്രത്യേക നന്ദിയുണ്ട്. ശ്രീകണ്ഠൻ നായർ ഷോയിലൂടെ. താങ്കൾ ഒരു കാര്യം മറക്കണ്ട, ഇത് ആന്റണി പെരുമ്പാവൂർ കേൾക്കണ്ട. അപ്പൊ ഒരു സെക്കൻഡ് നമ്മുടെ ആഷ്മി, എങ്ങനെയാണ് നിങ്ങൾ ഈ ടോക്ക് ഷോ ഈ എൻകൗണ്ടറിൽ പങ്കെടുക്കുന്ന അതിഥികളെ അടിച്ചമർത്തുന്നത് എന്നറിയണം. ഞാൻ അടിച്ചമർത്താറൊന്നുമില്ല കേട്ടോ. അടിച്ചമർത്താറൊന്നുമില്ല. നമ്മൾ കാര്യം സംസാരിക്കാൻ സമയം കൊടുക്കും. പക്ഷേ നീതി വിരുദ്ധമായി പറഞ്ഞാൽ നമ്മൾ ചോദ്യം ചെയ്യും. നീതി വിരുദ്ധമായി പറഞ്ഞാൽ കണിശമായി ചോദ്യം ചെയ്യും. അതിലെ പറയാൻ മുഴുവിപ്പിച്ചൊന്നും പറ്റത്തില്ല. അത് നീതി വിരുദ്ധമായി പറയുന്നത് കൊണ്ടാണ്. അത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ചോദ്യത്തിന് ചെറിയ കാര്യം കൂടി, അത് ആ ഒരു രഹസ്യം കൂടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ വെളിപ്പെടുത്തു. അതായത് നിങ്ങൾക്കറിയാം, ഹാഷ്മി സംവാദം ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു സൂപ്പർ കഥാപ്രസംഗം വരും. അതിന്റെ രഹസ്യം കൂടി തുടക്കത്തിൽ ഗോപാലേട്ട ഒരു കഥാപ്രസംഗമുണ്ട്. ഇല്ല, അത് തന്നെ. ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടിയാണ്, ഇപ്പോൾ പ്രേക്ഷകപക്ഷമാണ്, മനുഷ്യപക്ഷമാണ്, നീതിപക്ഷമാണ് നമ്മൾ നിൽക്കുക. അതിനുവേണ്ടി ഒരു വിഷയം എടുക്കുമ്പോൾ ഞാൻ പക്ഷം പിടിക്കാറുണ്ട്. ആ പക്ഷം പിടിക്കുന്നത് മനുഷ്യപക്ഷവും നീതിപക്ഷവുമാണ്. നീതിപക്ഷത്തിന് വേണ്ടി അങ്ങേയറ്റം നമ്മുടെ എഫേർട്ട് എടുത്ത് വാദിക്കുക, അങ്ങേയറ്റം അഗ്രസീവ് ആവുക എന്നുള്ളതാണ് നമ്മുടെ നയമാണ്. അങ്ങനെ മുന്നോട്ട് പോവുള്ളൂ. അത് നിങ്ങൾക്ക് വേണ്ടിയാണ്, ഉറപ്പായി നിങ്ങൾക്ക് വേണ്ടിയാണ്. താങ്ക് യു. ആഷ്മി, നമ്മുടെ ഗാലറിയിൽ ഇരിക്കുന്ന ആളുകൾക്കും സംസാരിക്കാം. നിങ്ങൾക്ക് അവിടെ ഒരു മൈക്ക് സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട്. ഗാലറിയിൽ ചോദ്യങ്ങൾ ചോദിക്കും. ഗാലറിയിൽ ഉള്ളവർ മിഥുൻ, അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കും. ഗാലറിയിൽ ഇരിക്കുന്ന ആർക്കെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കി എങ്ങനെയാണെങ്കിൽ മുമ്പോട്ട് വരൂ. മൈക്കിന്റെ അടുത്തോക്കി വരൂ. അവിടെ ഒരു മൈക്കുണ്ട്. അവിടെ ആർക്കെങ്കിലും ആ മൈക്കിന്റെ അടുത്തോട്ട് വരണമെന്നുണ്ടെങ്കിൽ അവിടെ വന്ന് സംസാരിക്കാവുന്നതാണ്. നിങ്ങളുടെ ചോദ്യങ്ങൾ അവിടെ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഓരോ സ്ഥലത്തും വെച്ചിട്ടുണ്ട്. വരാൻ കഴിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായും വരിക, വന്ന് സംസാരിക്കുക.
നമുക്ക് ഇവിടെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ റെഡി ആയിക്കോളൂ കേട്ടോ. മിഥുൻ മറ്റുള്ളവരോട് ചോദിക്കാം വേഗം. ഇവിടെ ഫ്രണ്ടില് കുറച്ച് നേരമായി എന്നോട് ഒരാൾ ചോദ്യം ചെയ്തു. സാറിന്റെ പേര്? സാർ എന്തോ ഒരു ചോദ്യം ചോദിക്കണമെന്ന് പറഞ്ഞു. സാറിന്റെ പേര്? എൻ്റെ പേര് ഖുറൈഷി, കൊല്ലം ജില്ലയിലെ പുനലൂരിൽ നിന്ന് വരുന്നു. ശരി സാർ. എനിക്ക് മൊത്തം ടീമിനോട്, ഫ്ലവേഴ്സിനോടാണ് ചോദിക്കാനുള്ളത്. ഏറ്റവും കൂടുതൽ മത്സര സ്വഭാവമുള്ള ഈ ഫീൽഡിൽ 24 എങ്ങനെയാണ് തുടക്കം മുതൽ അവസാനം വരെ മുന്നിൽ തന്നെ നിൽക്കുന്നത്? അതൊരു സീക്രട്ട് ആണെങ്കിൽ പറയണമെന്നില്ല, പക്ഷേ അതിനകത്തൊരു അർപ്പണ മനോഭാവം ഉണ്ടാവും. അതിന്റെ സീക്രട്ട് അറിയാവുന്ന ഒരാൾ ഇവിടെ ഉണ്ട്, എസ് വിജയകുമാർ. അദ്ദേഹം പറയും. വിജയകുമാർ സാർ പറയൂ. ഇതിന് ഒരു സീക്രട്ടേ ഉള്ളൂ, ഒരു രഹസ്യമേ ഉള്ളൂ. ഇപ്പം നമ്മളൊരു സംസ്ഥാന സമ്മേളനം തീരുമാനിച്ചല്ലോ. ആ സംസ്ഥാന സമ്മേളനം തീരുമാനിക്കാനുള്ള ഒരു ധൈര്യം എന്ന് പറയുന്നത് ഞങ്ങൾ പ്രേക്ഷകരോടൊപ്പമാണ്, പ്രേക്ഷകർ ഞങ്ങളോടൊപ്പമാണ് എന്നുള്ള ഒരു തിരിച്ചറിവാണ്. ആ തിരിച്ചറിവ് തന്നെയാണ് ഞങ്ങളെ ഏറ്റവും മുന്നിലെത്തിച്ചത്, കേരളത്തിലെ ഏറ്റവും പോപ്പുലറായ ഒരു വാർത്താ ചാനലാക്കിയത്. ഞങ്ങൾ പ്രേക്ഷകരുമായി സംസാരിക്കുന്നതിന് ഒരു അകലവുമില്ല, പ്രേക്ഷകർക്ക് ഞങ്ങളോട് മറുപടി പറയുന്നതിന് ഒരു അകലവുമില്ല. അങ്ങനെ ഒരു ആത്മബന്ധം, നമ്മൾ പറയാറില്ല, ഒരു നൂലിൽ കെട്ടിയതുപോലുള്ള ആത്മബന്ധം, സ്നേഹം, അത് തന്നെയാണ് നമ്മളെ ഒരുമിപ്പിക്കുന്നത്. ആ ഒരുമയാണ് ഞങ്ങളെ മുന്നിലെത്തിച്ചത്, അതിൽ ഒരു തർക്കവുമില്ല. ഞാൻ ഓരോ അറ്റത്തേക്കും കൂടി കിടക്കുകയാണ് സാർ. സാർ ഈ ലെഫ്റ്റിന്റെ അറ്റത്ത് നോക്കിയാൽ എന്നെ കാണാൻ പറ്റും. കാരണം എന്താ, ഈ സൈഡില് അവഗണിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരെയും കൂടി ഒന്ന് കൊണ്ടുവരട്ടെ. പേരെന്താണ്? എൻ്റെ പേര് സന്തോഷ് പൊളിക്കൽ എന്നാണ്. ഞാൻ ജോസ് കെ മാണിക്കെതിരെയും ചാണ്ടി ഉമ്മനെതിരെയും MLA ആയിട്ട് മത്സരിച്ച ഒറ്റയാൻ പോരാളിയാണ്. ഞാൻ ചോദിക്കാൻ വന്നത് ശ്രീകണ്ഠൻ നായർ സാറിനോടാണ്. ശ്രീകണ്ഠൻ നായർ സാറിനെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു കഥാപാത്രമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം പാലായിൽ വന്ന് പ്രോഗ്രാമൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഞാനിവിടെ വരാനിടയായത് എൻ്റെ ഒരു ഫ്രണ്ട് വഴി, ദേവിക എന്നു പേരുള്ള പാലാ സ്വദേശിനിയായ ഒരു ഫ്രണ്ട് വഴിയാണ് ഇവിടെ എത്താൻ എനിക്ക് സാധിച്ചത്. ഇങ്ങനെ ഒരു വരവ് വരാൻ പറ്റുമെന്ന് പോലും എനിക്ക് സാധിച്ചിരുന്നു. ചോദിക്കാനുള്ളത് ചോദ്യത്തിലോട്ട് കടന്നാൽ നന്നായിരുന്നു. MLA പ്രസംഗമായി ഇത്. സോറി. അപ്പം ഇദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്, ഇദ്ദേഹം നല്ലൊരു സംഭവമാണെന്ന് പറയാൻ വേണ്ടി മാത്രമാണ്, അതിനുവേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഈ മൈക്ക് മേടിച്ചത്. ഇദ്ദേഹത്തെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, നല്ലൊരു കഥാപാത്രമാണ്. താങ്കളുടെ ഇഷ്ടത്തിന് നന്ദി. എന്നെ ഇങ്ങനെ പ്രശംസിച്ച് കൊല്ലരുതേ. ഓക്കെ, താങ്ക് യു സർ. നേരെ ഗാലറിയുടെ അങ്ങറ്റത്ത് പോട്ടെ സർ. അപ്പൊ നമ്മുടെ ഗാലറിയിലുള്ള ഒരു സഹോദരി സംസാരിച്ചു. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ ഇഷ്ടമാണെന്ന്. മോഹൻലാൽ ഒരു വേദിയിൽ പറഞ്ഞില്ലേ, എന്താ ചെയ്യുക, എന്നെ ഇഷ്ടമാണ്, എന്താ ചെയ്യുക നമ്മള്. ഓക്കെ, പറയൂ ചേച്ചി, പറയൂ. ഏറെ നമസ്കാരം. ഞാൻ കൊല്ലം ജില്ലയിലെ പോരുവഴിയിൽ നിന്ന് വരുന്നു. എനിക്ക് എണീറ്റാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ശ്രീകണ്ഠൻ സാറിൻ്റെ വാർത്തകൾ കേൾക്കണമെന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം. അതുപോലെ താജ് ഹാഷിം, നിങ്ങളെ ഞാൻ എൻ്റെ ഒരു ഫാനാക്കിയിട്ടുണ്ട്. ഉരുളയ്ക്ക് ഉപ്പേരി പോലെയാണ് നിങ്ങൾ ഓരോരുത്തരുടെയും വാർത്തകൾക്ക് മറുപടി കൊടുക്കുന്നത്. അതുപോലെ സത്യസന്ധമായ നീതിപൂർവമായ വാർത്തകൾ കൊടുക്കാനും അതനുസരിച്ച് സമൂഹത്തിന് നന്മ ചെയ്യാനും നിങ്ങൾ പരിശ്രമിക്കുക. അതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. മിഥുൻ, നമുക്ക് സമയപരിമിതിയുണ്ട്. നമുക്ക് MG ശ്രീകുമാറിന്റെ പാട്ടൊക്കെ ആൾക്കാരെ കേൾപ്പിക്കാൻ സമയമാകും. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പെട്ടെന്ന് നമുക്ക് തന്നെ മിഥുനും ചില ചോദ്യം ചോദിക്കാം. ഡോക്ടർ ഉന്മേഷ് ശിവരാമൻ, ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിർഭാഗ്യമുണ്ടായി, അദ്ദേഹത്തിന് PhD കിട്ടി. ഓക്കെ, അപ്പോൾ ഉന്മേഷ് വളരെ നമ്മുടെ 24-ലെ ഏറ്റവും കനഗംഭീരമായ ശബ്ദത്തിൻ്റെ ഉടമയാണ് ഡോക്ടർ ഉന്മേഷ്. ഉന്മേഷ് ഒന്ന് സംസാരിക്കൂ, ജനങ്ങളൊന്ന് ഞെട്ടട്ടെ. ആ ശബ്ദം ഒന്ന് കേൾക്കട്ടെ. ഇപ്പോൾ സാർ അത്ര ഘനഗംഭീര ശബ്ദമല്ല. ഓക്കെ, ഉന്മേഷ് ഇപ്പം എത്ര കാലമായി 24-ല്? 24-ന്റെ തുടക്കം മുതലുണ്ട് സാർ. അടുത്ത കാലത്തൊന്നും ഇറങ്ങത്തില്ലല്ലോ? ഇല്ല. അല്ല, കാരണം ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ആൾക്കാർ ഇറങ്ങി പോകുന്നുണ്ട്. ഇപ്പം അവർ വീട്ടിലിരുന്ന് ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമാവും, ഇറങ്ങണ്ടായിരുന്നു തോന്നും. ഇപ്പോൾ സംഭവിച്ചു പോയില്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഉന്മേഷ്, നമ്മുടെ ഈ സമ്മേളനത്തെക്കുറിച്ച്. തീർച്ചയായും സാർ, ഇത് ഉള്ളു നിറയ്ക്കുന്ന ഒരു കാഴ്ചയാണ്. ഇത്രയധികം ആളുകൾ ഇങ്ങനെ നമ്മുടെ പ്രേക്ഷകർ. എനിക്ക് തോന്നുന്നതേ, ഈ കടവന്ത്ര രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിൽ സംസ്ഥാന സമ്മേളനം ആരംഭിച്ചു. ആ വാർത്തയെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് ഉന്മേഷിനെ പിടികിട്ടും. വാർത്തയായിട്ട് ലൈവായിട്ട് വാർത്ത. കൊച്ചി കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ 24-ന്റെ പ്രേക്ഷക സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായിരിക്കുകയാണ്. ആയിരങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നു. ഇത് തെളിയിക്കുന്നത് 24-നോട് പ്രേക്ഷകർക്കുള്ള സ്നേഹമാണ്. അതുപോലെ തന്നെ 24
പ്രേക്ഷകർക്ക് കൊടുക്കുന്ന ഒരു ഗ്യാരണ്ടി ഉണ്ട്. അത് സത്യസന്ധമായി വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും, ഒരു പക്ഷപാതവും ഇല്ലാതെ എന്നുള്ളതാണ്. ആ നിലയ്ക്ക് തന്നെ പ്രേക്ഷക സാന്നിധ്യം ഈ വേദിയിൽ ഉണ്ട് എന്നതാണ്. നിങ്ങൾ കേട്ടത് ഡോക്ടർ ഉന്മേഷ് അവതരിപ്പിക്കുന്ന വാർത്തകൾ. തീർച്ചയായും സാർ, ഗാലറിയിൽ ഒരിക്കൽ കൂടി ഒന്ന് നോക്കോട്ടെ. ഞാൻ പറഞ്ഞത് അല്ല, ഇവിടെ ഒരാള് അതാണ് ഗാലറിയിൽ മുകളിൽ നിന്ന് പോണ്ട് സാർ. ആൾക്കാരെ സൂക്ഷിച്ച് ഡീൽ ചെയ്യില്ലേ, മിഥുനെ ദുബായി പോകാൻ പറ്റത്തില്ല കേട്ടോ, അടിച്ച് തകർത്ത് കളയാം ആൾക്കാർ. ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഓക്കെ, പറയൂ. എന്തോ ഒരു ചോദ്യമുണ്ട്, അവിടെ നിൽപ്പുണ്ട്, അവിടെ നിൽക്കുകയാണ്. പറയൂ ചേട്ടാ, എനിക്ക് കാണാം. ചേട്ടാ, മൈക്ക് തട്ടിയത് മതി, പറഞ്ഞോ, ക്വസ്റ്റ്യൻ ചോദിച്ചോ. അതെല്ലാം ഓൺ ചെയ്ത് വെച്ചിരിക്കുന്ന മൈക്കാണ്, സംസാരിച്ചാൽ മതി. സംസാരിച്ചോളൂ. ഹലോ സാർ, എൻ്റെ പേര് സനിൽ എന്നാണ്. ഞാൻ കൊടുങ്ങല്ലൂരിൽ നിന്ന് വരുന്നത്. എനിക്ക് ഹാഷ്മി സാറിനോടാണ് ചോദ്യം ചോദിക്കാനുള്ളത്. സാറിന് ചെറുപ്പം മുതൽ, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു രാഷ്ട്രീയം ഉണ്ടാവുമല്ലോ ചെറുപ്പം മുതൽ. അപ്പോൾ ഈ രാഷ്ട്രീയം മനസ്സിലുള്ള സമയത്ത് ചർച്ചകൾ നടത്തുമ്പോൾ അത് സ്വാധീനിക്കാറുണ്ടോ ഈ ചർച്ചകൾ മനസ്സിനെ ഏതെങ്കിലും വിധത്തിൽ? 100% ഇല്ല എന്ന് പറയാൻ കഴിയും. നമ്മുടെ ഉള്ളിൽ എന്തായാലും രാഷ്ട്രീയം എല്ലാ മനുഷ്യർക്കും ഉണ്ട്. പക്ഷെ നമ്മൾ ജോലിയിലേക്ക് വരുമ്പം അതിൽ ഇഷ്യൂ ബേസ്ഡ് മാത്രമാണ്. അതിനകത്ത് യാതൊരു പക്ഷഭേദമുണ്ട്. പക്ഷഭേദം എന്ന് പറയുന്നത് നീതിയോട് മാത്രമാണ്, രാഷ്ട്രീയത്തോടല്ല. 100% പക്ഷഭേദഭരിതമായാണ് അല്ലെങ്കിൽ രഹിതമായാണ് സംസാരിക്കാം. വേറെ കാര്യമുണ്ട്, നമ്മുടെ ഒരു നയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വാർത്ത അവതരിപ്പിക്കാനും പരിപാടികൾ അവതരിപ്പിക്കാനും 24-ന്റെ ഫ്ലോറിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ ഏത് കക്ഷി രാഷ്ട്രീയത്തോട് അവർക്ക് എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അത് അവിടെ തന്നെ കുഴിച്ചു മൂടിയിട്ട് അതിനകത്തോട്ട് കയറണമെന്നാണ്. അതാണ് നമ്മുടെ ഔദ്യോഗിക നയം. അപ്പോൾ നമ്മളിനി പെട്ടെന്ന് പ്രജിൻസി കണ്ണൻ, നിങ്ങൾക്കറിയാം, ഗായകനാണ്. അദ്ദേഹം വാർത്ത വായിക്കാൻ നേരമില്ലാത്തപ്പോൾ അദ്ദേഹം പാട്ട് പാടിക്കൊണ്ടിരിക്കും. പിന്നെ TK റീജിത്താണ്, അദ്ദേഹം അറിയപ്പെട്ട വാർത്താ അവതാരകനാണ്. പുറത്ത് പറയത്തില്ല, ഞാൻ രഹസ്യം പറയാം. അദ്ദേഹത്തിന് ചാനലിനുള്ളിൽ അറിയപ്പെടുന്നത് പാവങ്ങളുടെ മമ്മൂട്ടി എന്നാണ്. ഇത് മമ്മൂക്ക അറിയത്തില്ല എന്ന പ്രതീക്ഷയോടെയാണ് ഞാനിത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വിജയകുമാരൻ നിങ്ങൾക്കറിയാം. ഇത് അനുജ രാജേഷ് അല്പം മുമ്പ് പ്രേക്ഷക ലക്ഷങ്ങളോടായി വാർത്തകൾ വായിക്കുന്നു. എത്രയോ കൊല്ലമായി, പതിറ്റാണ്ടുകളായി വാർത്താ ലോകത്ത് പ്രസിദ്ധയാണ്. മാത്രമല്ല, നമുക്ക് അനുകരിക്കാനുള്ളൊരു കാര്യം, വാർത്താ പ്രക്ഷേപണത്തിൽ പിഴവ് വരുത്താത്ത അപൂർവം വാർത്താ അവതാരകരിൽ ഒരാളാണ്. ഞാൻ പിഴവ് വരുത്തുന്ന ആളാണ്. ഓക്കെ, അപ്പോൾ പ്രവിത ലക്ഷ്മി, നമ്മൾ ആദ്യം ഒരു ഡാൻസ് കണ്ടില്ലേ, അതിലെ ലീഡ് ഡാൻസർ ഇദ്ദേഹമായിരുന്നു പ്രവിത ലക്ഷ്മി. കലാശാല യുവജനോത്സവത്തിലൊക്കെ പോയി പങ്കെടുത്തു. അവസാനം വാർത്ത വായിക്കാനായിരുന്നു തലവിധി. ഓക്കെ, പ്രവിത ലക്ഷ്മി, അതിനെക്കുറിച്ചൊന്ന് പറയൂ, നിങ്ങൾ ഇന്ന് അവതരിപ്പിച്ച ഈ പരിപാടിയെക്കുറിച്ച്. SKന്റെ ഐഡിയ ആണ്, നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്തു. ഇവരൊക്കെ നല്ല ഡാൻസേഴ്സ് ആണ്, നല്ല പാട്ടുകാരാണ്. അഭിനയിച്ചിട്ടുണ്ട്. സിനിമയിൽ അഭിനയിച്ചോ? അല്ല, മിഥുൻ ചേട്ടൻ എനിക്ക് നേരത്തെ പരിചയം. അല്ല, മിഥുനൊരു സിനിമ പിടിക്കും, അന്ന് പ്രവിത ലക്ഷ്മി നായികയാക്കും, അന്ന് ആ പ്രൊഡ്യൂസർ പൊട്ടി പറയല്ലേ എന്ന് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. എന്റെ നായികയുടെ സിസ്റ്ററായിട്ട് അഭിനയിച്ചു. നായികയുടെ നന്നായി നായികയാക്കിയില്ലല്ലേ? ഞാൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. 8ാം ക്ലാസ്സിൽ, ഞാൻ 9. വെരി സോറി. അപ്പൊ ഇത് കൃഷ്ണ റീസെന്റ് അമേരിക്കയിലേക്ക് യാത്ര ചെയ്യാനിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ കൃഷ്ണ, സന്തോഷം. ഒരു കൊച്ചുകുട്ടി ഒരു ചോദ്യം ചോദിക്കാൻ തയ്യാറായിരിക്കുന്നു. PCR സൈഡിൽ ആ കുട്ടിയെ മോളെ ചോദിച്ചോ. എന്റെ പേര് അനുഗ്രഹ, ഞാൻ 2nd സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഞാൻ 3.5 വയസ്സ് മുതലേ 24 കാണലുണ്ട്. എനിക്ക് കോമഡി ഉത്സവത്തിൽ വന്ന് ഡാൻസ് ഒക്കെ കളിക്കണമെന്നുണ്ട്. എക്സാങ്കിൾ ഒന്ന് അതിലേക്ക് കയറ്റുമോ? മോളെ കയറ്റിയിരിക്കുന്നു, നീ ബാക്കി വെക്കുന്നില്ല. ഓക്കെ, അപ്പോൾ വളരെ സന്തോഷം മോളെ. മിഥുൻ, നമ്മുടെ കോമഡി ഉത്സവത്തിലൂടെ എത്രായിരം കലാകാരന്മാരാണ് വേദിയിലേക്ക് വന്നത്? സാർ, നമ്മുടെ കണക്ക് തെറ്റാതെ പറയുകയാണെങ്കിൽ, അതായത് ഗ്രൂപ്പും ഇതും എല്ലാം ചേർത്ത് നമ്മുടെ അതായത് 3ാമത്തെ സീസൺ ഉൾപ്പെടെ 7500-ലധികം 7500 പ്രതിഭകൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് കൂടാതെയാണ് ടോപ്പ് സിംഗർ. അപ്പോൾ മിഥുൻ രമേശ്, നമുക്കിനി അർജന്റായിട്ട് ചെറിയ ബ്രേക്കിനും ഒരു കാര്യമുണ്ട്. നമ്മുടെ പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകനും നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ 24-ന്റെ കുടുംബാംഗവുമായി MG ശ്രീകുമാർ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശബ്ദജാലം നമുക്കൊന്ന് കേൾക്കാനുള്ള അവസരമാണ്. അദ്ദേഹം അറിഞ്ഞു പാടാൻ തീരുമാനിച്ച് നിറഞ്ഞു വന്നിരിക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു ഇടവേളയ്ക്ക് പോകണം. ഇടവേള എന്ന് പറയുമ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയാണ്, ലോകമെമ്പാടുള്ള പ്രേക്ഷകർക്ക് വേണ്ടി ബ്രേക്ക്.